തീയണക്കാനുള്ള ശ്രമങ്ങളിലാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത് അണച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതുള്ളൂ. നമ്മളിപ്പോ ഇതുവരെ മനസ്സിലാക്കിയെടുത്തോളം ജീവഹാനി സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, പ്രാഥമിക റിപ്പോർട്ടിൽ. അപ്പോൾ ഇനി അതൊക്കെ തീയണഞ്ഞു കഴിഞ്ഞാൽ നല്ല രൂപത്തിലുള്ള പരിശോധന നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആ പരിശോധന നടത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്തുന്നത് യുക്തിസഹമാവുകയില്ല. ഇപ്പോൾ ജില്ലാ ഭരണകൂടവും മറ്റ് സംവിധാനങ്ങളും എത്രയും പെട്ടെന്ന് തീയണച്ച് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലഭ്യമായ എല്ലാ ഫയർ എഞ്ചിനുകളും ഇവിടെ ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്നുള്ള ഫയർ എഞ്ചിനും ഇവിടെ എത്തിയതോടുകൂടി ആ ശ്രമങ്ങൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിയന്ത്രണ വിധേയമാകട്ടെ. മറ്റു കാര്യങ്ങൾ നമുക്ക് അതിനുശേഷം ചർച്ച ചെയ്യുന്നതായിരിക്കും ഉചിതം. പക്ഷേ സാർ, അടിക്കടി കോഴിക്കോട് നഗരത്തിൽ ഇങ്ങനെ വൻ തീപിടുത്തങ്ങളാണ് ഉണ്ടാവുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണവശാലും നിയന്ത്രിക്കാൻ കഴിയണം? ഒരു സംഭവം ഉണ്ടാകുമ്പോൾ തീർച്ചയായും ഇത്തരം സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നേരത്തെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിലുണ്ടായ സംഭവത്തിലും മറ്റേതെങ്കിലും തരത്തിലുള്ള ദുർവ്യാഖ്യാനം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ലെന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടത്. അത് അശ്രദ്ധ കൊണ്ടാവാം, ഷോർട്ട് സർക്യൂട്ട് കൊണ്ടാവാം, പല കാരണങ്ങളാവാമല്ലോ. ഇത് വിദഗ്ധന്മാരെ തീരുമാനിക്കേണ്ടത്. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരുമാർ വന്ന് അതങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നത് ഒരു പ്രശ്നത്തെ അതിന്റെ വസ്തുതാപരമായ പരിശോധനത്തിന് തടസ്സം സൃഷ്ടിക്കും. അതുകൊണ്ട് നമ്മൾ മുൻവിധി വേണ്ട. സംഭവിക്കാൻ പാടില്ലാത്തൊരു ദുരന്തം ഇവിടെ സംഭവിച്ചു. ആ ദുരന്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഭീതിയിലാണ്. എന്നാൽ ആ ഭീതി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. കാരണം തീയണക്കാനുള്ള ശ്രമങ്ങളിൽ നല്ലൊരു ശതമാനം വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്നി വ്യാപിക്കാതിരിക്കാനുള്ള കരുതലുകളും എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർണ്ണവിരാമം ഇടാൻ കഴിയുമെന്ന് കരുതുന്നു. നിങ്ങൾ ചോദിച്ച സംശയങ്ങൾ പ്രസക്തമാണ്. അതൊക്കെ നമുക്ക് അതാത് സമയത്ത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ചെയ്യണം. രണ്ടാമത് ജീവഹാനി ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടാവാൻ സാധ്യതയില്ല സാധാരണ നിലയിൽ. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ജീവഹാനി സംഭവിക്കാതിരിക്കട്ടെ. എയർപോർട്ടിൽ നിന്ന് എത്തിയതുപോലുള്ള ഫയർ യൂണിറ്റ് കോഴിക്കോട് നഗരത്തിൽ വേണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു. അത് അനുഭാവപൂർവ്വം പരിഗണിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? അത് പല സാങ്കേതിക കാരണങ്ങളുണ്ടാവും. കാരണം ഏതായാലും ഇപ്പം ഞാനത് അന്വേഷിച്ചിട്ടില്ല. നമ്മളത് അങ്ങനെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കുന്നതിന് യാതൊരു മടിയില്ല. അത് അന്വേഷിക്കുകയും ഭാവിയിൽ ഇതുപോലത്തുള്ള നഗരങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അടിയന്തരമായി ഇടപെടാൻ പറ്റിയ RRTകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ആലോചനയും അവർ നടത്തുന്നുണ്ട്. അത് നടന്നു വരുമ്പോൾ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തീയണക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ നമുക്ക് കഴിയും. ആ ദിശയിലേക്കാണ് കേരള ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.